ഈ സമയവും കടന്നു പോകും. ധൈര്യമായി മുന്നോട്ട് പോകുക. സങ്കടങ്ങൾക്കപ്പുറം സന്തോഷം കാത്തിരിക്കുന്നു. വിഷമങ്ങൾ താൽക്കാലികമാണ്. സങ്കടങ്ങൾക്ക് ശേഷമേ സന്തോഷമുള്ളൂ. വെല്ലുവിളികൾ നിങ്ങളെ ശക്തരാക്കും. നിന്റെ യാത്രയിലെ ഓരോ ചെറുവിജയവും വലിയ ആശ്വാസമാണ്. മനഃശാസ്ത്ര അറിവുകൾ. മണ്ടത്തരങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ ഉപബോധ മനസ്സിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുഖത്തിൻ്റെ ഇടതുവശം വലതുവശത്തേക്കാൾ കൂടുതൽ പ്രകടമാണ്. ശക്തമായ കുറ്റബോധമുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും നന്നായി മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒടുവിൽ ഒറ്റപ്പെടുന്നു. ക്ഷീണിതനായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ സൃഷ്ടിപരമായി പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങളുടെ ബലഹീനതകളിൽ നിന്നാണ് നിങ്ങളുടെ ശക്തി പുറത്തുവരുന്നത്. പ്രകടിപ്പിക്കാത്ത വികാരങ്ങൾ ഒരിക്കലും മരിക്കില്ല. അവ ജീവനോടെ കുഴിച്ച് മൂടപ്പെടുകയും പിന്നീട് കൂടുതൽ വൃത്തികെട്ട രീതിയിൽ പുറത്തുവരികയും ചെയ്യും. ഓരോ ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ പോരാട്ടത്തിൻ്റെ വർഷങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി തോന്നും. സൗഹൃദം എന്നത് അകലം പാലിക്കാനുള്ള ഒരു കലയാണെന്ന് മനസ്സിലാക്കുക. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, സ്നേഹം അടുപ്പത്തിൻ്റെ ഒരു കലയാണ് എന്നതുകൂടി. ഒരു പുരുഷൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ. നിങ്ങൾക്ക് മുൻഗണന നൽകുന്നു, നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. മനഃശാസ്ത്ര അറിവുകൾ. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും ആ ദിവസത്തെ നിങ്ങളുടെ സന്തോഷത്തിനോ സങ്കടത്തിനോ കാരണക്കാരൻ. 90% ആളുകളും നേരിട്ട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെ അറിയിക്കും. ചില ആളുകൾ അമിതമായി സന്തോഷിക്കാൻ ഭയപ്പെടുന്നു. എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുമെന്ന ചിന്തയുള്ളതുകൊണ്ടാണത്. ബുദ്ധിമുട്ടുകളുടെയും പരാജയങ്ങളുടെയും സമയങ്ങളിൽ സ്വയം ദയ കാണിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് കൂടുതൽ മാനസിക ക്ഷേമത്തിനും പ്രതിരോധശേഷിയും കാരണമാകുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ ആസ്വദിക്കുന്ന ഹോബി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് വികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു. വ്യക്തവും നേടിയെടുക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ദിശാബോധവും അതുപോലെ ലക്ഷ്യബോധവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ജീവിതത്തിൽ ആവശ്യമായ നിയമങ്ങൾ. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കരുത്. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാത്രം സംസാരിക്കുക. കുറച്ചു സമയമെങ്കിലും ഫ്രീ ആയിരിക്കാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നുണ്ടെങ്കിൽ പുസ്തകം വായിക്കുക. തെറ്റായ സ്ഥലത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒരിക്കലും അത് വിജയിക്കില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് തിരിച്ചും നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്നറിയാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മാത്രം മതിയെന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾ വളരെ സ്ട്രിക്റ്റായ പേരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കള്ളം പറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നിങ്ങളുടെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ എപ്പോഴും എതിർക്കുന്ന പാരൻ്റ് ആണെങ്കിൽ ആ കുട്ടി ധൈര്യം ഇല്ലാത്തവനാകും. നിങ്ങളുടെ കുട്ടിക്ക് പ്രോത്സാഹനം ലഭിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ആത്മവിശ്വാസം ഇല്ലാതെയാകും. നിങ്ങളുടെ കുട്ടി ദുർബലനാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കുട്ടിയോട് മനസ്സ് തുറന്ന് ഒന്നും സംസാരിക്കാറില്ല എന്നാണ്. നിങ്ങൾ കുട്ടിയെ എപ്പോഴും ഉപദ്രവിക്കാറുണ്ടെങ്കിൽ ആ കുട്ടി മറ്റുള്ളവരെയും ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചു കാര്യങ്ങൾ മാത്രം പറയുകയും എന്നാൽ അതിവേഗത്തിൽ സംസാരിക്കുന്ന ആളുമാണെങ്കിൽ അയാളുടെ മനസ്സിൽ കുറേയധികം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. വളരെയധികം ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ കുറേയധികം വിഷമങ്ങൾ ഉണ്ടായിരിക്കും. 2 തരം മണ്ടത്തരങ്ങൾ പറഞ്ഞ് ആരെങ്കിലും അധികം ചിരിച്ചാൽ അവർ വല്ലാതെ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ചെറിയ കാര്യങ്ങൾക്ക് ആരെങ്കിലും കരഞ്ഞാൽ അവർ നിഷ്കളങ്കരാണെന്ന് മനസ്സിലാക്കാം.
അസാധാരണമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വളരെയധികം സ്നേഹം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. രണ്ടു ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ അവരുടെ വ്യക്തിത്വം അവരറിയാതെ മാറിയേക്കാം. ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ കരുതുന്നതിലും ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും മോശം കാര്യം സംഭവിക്കുമ്പോൾ ആളുകൾ മറ്റുള്ളവരിലേക്ക് കുറ്റം ആരോപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ബാധിക്കുന്നത് 18-33 ഇടയിൽ പ്രായമുള്ളവരിലാണ്. യാത്ര ചെയ്യുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. മറ്റുള്ളവർ എങ്ങനെ ജീവിതം നയിക്കണമെന്ന് എല്ലാവർക്കും വ്യക്തമായ ധാരണയുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. നിങ്ങളുടെ ഭയങ്ങൾക്ക് ഭയങ്കരം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മളെക്കാൾ മികച്ചവരാകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മികച്ചതായി തീരുന്നു. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് പറയാനുള്ളത് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാറ്റോ വെളിച്ചമോ ഒന്നും വരാനും പോകാനും സാധ്യതയില്ല. ആത്മാർത്ഥമായി ജീവിക്കുക. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാഹസികത നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ജീവിതം നയിക്കുക എന്നതാണ്. ഏതെങ്കിലും പ്രധാനം അർഹിക്കുമ്പോൾ സാധ്യത നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും നിങ്ങളത് ചെയ്യും. വിജയം എന്നത് നിങ്ങൾക്ക് എത്ര പണം സമ്പാദിക്കാൻ കഴിയും എന്നതല്ല, മറിച്ച് ആളുകളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റമാണ്. ഒരു ഇറുകിയ പെട്ടിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരേയൊരു മാർഗം നിങ്ങളുടെ വഴി കണ്ടുപിടിക്കുക എന്നതാണ്. ചിരി ഒരു ടോണിക്കാണ്, ആശ്വാസമാണ്, വേദനയിൽ നിന്നുള്ള മോചനമാണ്. അസാധ്യമായ കാര്യങ്ങൾക്കായി നമുക്ക് പരിശ്രമിക്കാം. സാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ കീഴടക്കിയതാണ് ചരിത്രത്തിലുടനീളം മഹത്തായ നേട്ടങ്ങൾ. നമ്മൾ വളരെയധികം ചിന്തിക്കുകയും വളരെ കുറച്ച് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇഷ്ടലോകത്ത് ഒന്നും ശാശ്വതമല്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ പോലും ഈ ലോകത്ത് ശാശ്വതമല്ല. ഒരു ശരാശരി വ്യക്തിയുടെ മനസ്സ് 30% സമയവും അലഞ്ഞു തിരിയുന്നു. ഒരു ശരാശരി വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ശീലമാക്കാൻ ഏകദേശം 66 ദിവസമെടുക്കും. നിസ്സാരമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ സഹജമായി പരിഹാസം ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് ആരോഗ്യകരമായ മനസ്സുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. കുറ്റബോധമുള്ള വ്യക്തികൾ അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ വികാരങ്ങളും ആശങ്കകളും തിരിച്ചറിയുന്നതിൽ മികച്ചവരാണ്. മരിക്കുന്നതിന് മുമ്പുള്ള 7 മിനിറ്റ് നാഡീപ്രവർത്തനത്തിനിടെ നിങ്ങളുടെ ഓർമ്മകൾ ഒരു സ്വപ്നതുല്യമായ പാറ്റേണിൽ അവതരിക്കും. നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. മനസ്സൊരു കാന്തമാണ്. അതിനോട് അടുക്കുന്നതിനോട് അതും അടുക്കുന്നതാണ്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് മാത്രം. സ്ത്രീകളുടെ മനഃശാസ്ത്രം. സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം പലിശമായ ശബ്ദമുള്ള പുരുഷന്മാരെയാണ്. സ്ത്രീകൾ കള്ളം പറയുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 40% സ്ത്രീകളും കാമുകനെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. മിക്ക സ്ത്രീകളും തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സമയമെടുക്കും. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കാൻ സാധ്യത 80% സ്ത്രീകളും ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. മനസ്സിലെ വേദന 70% സ്ത്രീകളും നിശബ്ദമായാണ് പ്രകടിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ബ്രെയിൻ വിവരങ്ങളും ചിന്തകളും പ്രോസസ്സ് ചെയ്യുന്നതിൽ പുരുഷന്മാരുടെ ബ്രെയിനിനേക്കാളും വേഗതയുണ്ട്. അതുപോലെ സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ഏകദേശം 1 വർഷം ചെലവഴിക്കുന്നു.